നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ CPM BJP ബന്ധം ആരോപണമല്ല, യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പോലീസ് ഇത്രയേറെ തരം താണ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരന്വേഷണവും നടത്തില്ല. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ശ്രമം സജീവമാണെന്നും VD സതീശൻ. കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം. 2700 ലിറ്റർ സ്പിരിറ്റ് പോലീസ് കണ്ടെടുത്തു. തോട്ടം സൂക്ഷിപ്പുകാരൻ അറസ്റ്റിൽ. തെങ്ങിൻതോട്ടം എരുത്തേമ്പതി സ്വദേശിയുടേതെന്ന് പോലീസ്. പട്ടാമ്പി MLA ഓഫീസിലേക്ക് BJP മാർച്ച്. പുതിയ പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും പഴയ പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കുന്നതിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആവശ്യം. പട്ടാമ്പി നഗരത്തിൽ പാർക്കിംഗിന്റെ പേരിലുള്ള പോലീസിന്റെ ഫൈൻ കൊള്ള അവസാനിപ്പിക്കണമെന്നും BJP നിയോജക മണ്ഡലം കമ്മിറ്റി. ലീവ് സറണ്ടറും വേതന പരിഷ്കാരവും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് DDE ഓഫീസിന് മുന്നിൽ റിസോഴ്സ് അധ്യാപകരുടെ ധർണ. സമരം KRTA നേതൃത്വത്തിൽ. കേരളത്തിന്റെ മുന്നേറ്റം തടയാനുള്ള കേന്ദ്ര ഗൂഢാലോചനയ്ക്കെതിരെ കരുതൽ വേണമെന്ന് KD പ്രസേനൻ MLA. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ കവർച്ച. മോഷണം നടന്നത് മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലും. അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. മങ്കര കല്ലൂരിൽ കാട്ടുപന്നിയെ പിടികൂടാൻ വൈദ്യുതി കെണിയൊരുക്കിയെന്ന പരാതിയിൽ അന്വേഷണവുമായി പോലീസ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധ ജ്വാലയുമായി CITU. ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ ജ്വാല തീർത്തത് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കേരളം മുന്നോട്ടുവച്ച സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആവശ്യം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS. കമ്മ്യൂണിറ്റി കിച്ചൺ തന്നെ കരാർവൽക്കരണത്തിന്റെ ഭാഗമെന്നും ആരോപണം. ഉച്ചഭക്ഷണ വിതരണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അനുമതി നൽകിയില്ലെന്നും പരാതി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ CPM BJP ബന്ധം വ്യക്തമായി പുറത്തുവരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ പോലീസ് സേന ഇത്രയേറെ തരം താണ ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരന്വേഷണവും നടത്താൻ പോകുന്നില്ലെന്നും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലെ CPM BJP ബന്ധത്തിന് ഉദാഹരണമായാണ് EP ജയരാജന്റെ BJP ബന്ധങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതെന്ന് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് EP പ്രകാശിനെ കണ്ടത്. ദല്ലാൽ നന്ദകുമാറിനെ കണ്ടതിനെ മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത്. ഇപ്പോൾ ഇതിനെ തള്ളിപ്പറയുന്നതിൻ്റെ കാരണമെന്താണെന്ന് വ്യക്തമല്ല. CPM BJP ബന്ധം ഇപ്പോഴും ഉണ്ടെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPMഉം EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPMന് BJPയുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം അധപ്പതിച്ച കാലമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ലെന്നാണ് SP പറയുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിൻ്റെ അളിയന്മാരാണ് വിവിധ ജില്ലകളിൽ പിരിവ് നടത്തുന്നത്. ഭരണകക്ഷി MLA ഇതിനെ ന്യായീകരിക്കുകയാണ്. CPMന് പോലീസ് വിധേയപ്പെട്ടിരിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും തമ്മിൽ അച്ചുതണ്ടുണ്ടെന്നാണ് ആരോപണം. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചു വരുന്നത്. ഹേമ കമ്മിറ്റിയിൽ സർക്കാർ ഒരന്വേഷണവും നടത്തിയില്ല. ഇരകളുടെ മൊഴികളാണ് അതിലുള്ളത്. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും
വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അധപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലുമാണ് മോഷണം നടന്നത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്നാണ് പണം കവർന്നിരിക്കുന്നത്. തിടപ്പള്ളിയിലെ സ്റ്റോർ റൂമിന്റെ വാതിലും തുറന്നിട്ട നിലയിലാണ്. രാവിലെ ക്ഷേത്രം തുറക്കാൻ എത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ഞാൻ മണലാടി ക്ഷേത്രത്തിൻ്റെ ചുമതല സംഘടന കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. ഇന്ന് രാവിലെ ക്ഷേത്രം മേൽശാന്തി നടത്താൻ വേണ്ടി വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂട്ടുകൾ പൊട്ടിച്ച് ഉള്ളിൽ കടന്ന് കള്ളം കയറിയിട്ട് ഭണ്ഡാരം മോഷ്ടിച്ച നിലയിലാണ്. തുടർന്ന് വഴിപാട് കൗണ്ടറും ബ്രേക്ക് ചെയ്ത് കണ്ടു. നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസയുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുതുരുത്തി SI AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലെ കപ്പേള കുത്തിത്തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. രാത്രി 2:30 നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പിക്കാസ് ഉപയോഗിച്ച് പൂട്ടു തല്ലി തകർക്കുന്ന ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ ദൃശ്യമായിട്ടുള്ളത്. തൊട്ടടുത്തുള്ള തട്ടുകടയുടെ നിരീക്ഷണ ക്യാമറ മോഷ്ടാവ് അപഹരിച്ചിട്ടുമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണശ്രമം നടന്നതായാണ് വിവരങ്ങൾ. ഇതിനു മുൻപും മേഖലയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളം ഒരു രംഗത്തും മുന്നേറാൻ പാടില്ലെന്ന സമീപനത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതെന്ന് KD പ്രസേനൻ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് DDE ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരളം വിവിധ മേഖലകളിൽ വളർച്ചയിലാണെന്ന് KD പ്രസേനൻ MLA ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങുമില്ലാത്ത വിധം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. ഇതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗം ശക്തി പ്രാപിച്ചു. എന്നാൽ SSA ഫണ്ട്, ഉച്ചഭക്ഷണ ഫണ്ട് എന്നിവയെല്ലാം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തെന്നും MLA കുറ്റപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി മറുപടി രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞു വെച്ചത് ഈ വിഷയം വളരെ ജനുവിനാണ്. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ, പുതുതലമുറയെ പൊതുസമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് അവരുടെ വിഭിന്നമായ ശേഷികളെ ഉപയോഗപ്പെടുത്താൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം എത്രമാത്രം വലുതാണ് എന്ന് മന്ത്രി അവിടെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായി ഇവിടെ കേരളീയ സമൂഹം അംഗീകരിച്ച ഗാദർ കമ്മിറ്റി റിപ്പോർട്ട്, കമ്മീഷന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ട് കേരള ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടു വരുന്നതെന്നും ധനവകുപ്പിൻ്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് സഭയിൽ ഉന്നയിക്കപ്പെട്ട സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഇന്നിവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളും ഉൾപ്പെടെ ഉള്ളതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയും. ലീവ് സറണ്ടർ അനുവദിക്കുക, വേതനം പരിഷ്കരിക്കുക, അധ്യാപക ആനുകൂല്യങ്ങൾ കരാർ ജീവനക്കാർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KRTA ധർണ. ജില്ലാ പ്രസിഡന്റ് ജിഷ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം റിയാസുദ്ദീൻ, K പ്രസാദ്, ദീപ ജോസഫ്, S വിപിൻ, അരുൺകുമാർ, KS സംഗീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ പുന്നക്കുറിശ്ശിയിൽ കാട്ടുപന്നിയെ പിടികൂടാനായി അനധികൃതമായി വൈദ്യുതി വലിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കല്ലൂർ പുന്നക്കുറിശ്ശി ക്ഷേത്രത്തിന് സമീപവും ഒരു സ്വകാര്യ വ്യക്തിയുടെ ആൾതാമസമില്ലാത്ത പറമ്പിലും അയ്യർമലയിൽ കനാലിനോടുള്ള വനപ്രദേശത്തുമായിട്ടാണ് ചെറു കമ്പികൾ ഉപയോഗിച്ച് കുറ്റിയടിച്ച് വൈദ്യുതി വലിച്ചിരിക്കുന്നത്. രാവിലെ കൂൻ പറിക്കാനായി എത്തുന്നവരാണ് ഇക്കാര്യം ആദ്യം കണ്ടത്. തുടർന്ന് മങ്കര സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ CM ഇബ്രാഹിം, സുരേഷ് എന്നിവർ രാവിലെ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ബന്ധപ്പെട്ട വകുപ്പുകളെ വിവരം ധരിപ്പിക്കുകയായിരുന്നു.
തുടർന്ന് രാത്രിയോടെ വനംവകുപ്പ്, പറളി KCB, മങ്കര പോലീസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ബൈക്കുകൾ സമീപത്തു നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിരവധി ആളുകൾ കൂൺപറിക്കാനായി സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലാണ് ഇത്തരം അനധികൃതമായി വൈദ്യുതി പ്രവഹിപ്പിച്ച് കാട്ടുപന്നികളെ പിടികൂടുന്നത്. KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിച്ച് കമ്പികൾ പിഴുതുമാറ്റി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളത്ത് ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു. ആർക്കും പരിക്കില്ല. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് ക്രെയിൻ മറിഞ്ഞു വീണത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ നഗരസഭാ ഓഫീസിന് പിറകുവശത്തെ റൺവേ റോഡിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നെത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ ചരിവുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ക്രെയിൻ കമ്പികൾ ഇറക്കുന്നതിനിടെ കമ്പികൾ ഒരു വശത്തേക്ക് ഉലഞ്ഞതിനെ തുടർന്ന് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അതേസമയം ക്രെയിൻ സമീപത്തെ ആൽമരത്തിൽ തട്ടി വീണതിനാൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലറുകളിൽ തട്ടിയില്ല. കൂടാതെ ഈ സമയത്ത് റോഡിൽ ആളുകളില്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി. ക്രെയിനിൽ ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് വൺവേ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു. തുടർന്ന് 2 ക്രെയിനുകൾ എത്തി മറിഞ്ഞ ക്രെയിൻ ഉയർത്തി മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് മുഹസിൻ MLA പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനും ഏതിനും കുറ്റം BJPക്കാണ്. 2023 ഡിസംബർ മാസത്തിൽ ഇവിടെ പാർലമെന്റ് സമ്മേളനം നടന്നു. കഴിഞ്ഞ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ആ സമ്മേളനത്തിൽ അന്ന് വടകരയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്ന ശ്രീ K. മുരളീധരൻ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്രം പൈസ കൊടുക്കാനുണ്ടോ? കാരണം ഇവിടെ വലിയ ബഹളമായിരുന്നു കുറെ കാലം. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം പൈസ കൊടുക്കാത്തത് കാരണം പണിയെടുത്ത ആളുകൾക്ക് പൈസ കിട്ടാനുണ്ട്. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മേലെ പട്ടാമ്പിയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധ മാർച്ചിൽ BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായി. പട്ടാമ്പി നഗരസഭയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക, പട്ടാമ്പി പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ചിൽ MP മുരളീധരൻ, ഗോപി പൂവക്കോട്, അനിൽകുമാർ, ജയൻ മാസ്റ്റർ, സുമാ സത്യൻ, പൂക്കാട്ടിരി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം. 2700 ലിറ്റർ സ്പിരിറ്റാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. തോട്ടം സൂക്ഷിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എഴുത്തേമ്പതി സ്വദേശിയുടേതാണ് തെങ്ങിൻതോട്ട്. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള തെങ്ങിൻതോപ്പിൽ നിന്നാണ് വൻ സ്പിരിറ്റ് ശേഖരം പോലീസ് കണ്ടെടുത്തത്. എരുത്തേമ്പതി അണപ്പൂർ വില്ലൂന്നി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ജഗന്നാഥ പ്രഭു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് തെങ്ങിൻതോട്ടം. തെങ്ങിൻതോപ്പിന് നടുവിൽ കുഴികളെടുത്ത് തെങ്ങിൻ പട്ടയിട്ട് മൂടിയ നിലയിൽ സൂക്ഷിച്ചിരുന്ന 35 ലിറ്റർ വീതം കൊള്ളാവുന്ന 78ഓളം ക്യാനുകളിലായി 2700 ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെടുത്തത്. തോട്ടം സൂക്ഷിപ്പുകാരനായ കൊഴിഞ്ഞാമ്പാറ കള്ളിയമ്പാറ സെന്തിൽകുമാറിനെ സ്പിരിറ്റ് കൈവശം വെച്ച കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസ് സംസ്ഥാന വ്യാപകമായി ലഹരി മരുന്നിനെതിരെ നടത്തിവരുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായും ഓണാഘോഷങ്ങൾ മുന്നിൽ കണ്ടുമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയത്. നിലവിൽ നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ തമിഴ്നാട്ടിലെ ഉണ്ടായ കുറ്റത്തിന് ശേഷം ഈ മേഖലകളിൽ നിന്ന് മദ്യം സ്പിരിറ്റ് കടത്തുന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ ശേഖരിച്ച് ഡാൻസ് ഓഫ് ടീം ദിവസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ സ്ഥലം പരിശോധിച്ച സമയത്താണ് ഈ പറമ്പിൽ സ്ഥലങ്ങളിലായിട്ട് തെങ്ങും പട്ടിയുടെ അടിയിലായിട്ടും കുഴികളിലൊക്കെ ആയിട്ടും വെളുത്ത രീതിയിലും മറ്റും 35 ലിറ്റർ കപ്പാസിറ്റിയുള്ള കന്നാസുകളിൽ സ്പിരിറ്റ് സൂക്ഷിച്ചായിട്ട് മനസ്സിലായിട്ടുള്ളത്. ചിറ്റൂർ ഡിവൈഎസ്പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ മീനാക്ഷിപുരം ഇൻസ്പെക്ടർ ശശിധരൻ, കൊഴിഞ്ഞാമ്പാറ ഇൻസ്പെക്ടർ അരുൺകുമാർ, സബ് ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവരടങ്ങുന്ന കൊഴിഞ്ഞാമ്പാറ പോലീസ് സംഘവും ഗ്രേഡ് SI വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സൂരജ്, അനു, വിനോദ്, ഉമ്മർ ഫാറൂഖ്, അബ്ദുള്ള, രാജേഷ് എന്നിവരടങ്ങുന്ന പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പ്രവൃത്തികൾക്ക് തുടക്കമായത്. ഒരു ദിവസം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നതെങ്കിലും നിലവിൽ ഭാഗികമായ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പട്ടാമ്പി പാലത്തിലൂടെ പോകുന്ന ഏതൊരാളുടെയും ജീവന്റെ വിലയുണ്ട് ആ യാത്രയ്ക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യമാണിത്. അത്യാഹിത വിഭാഗത്തിൽപ്പെടുന്ന ആംബുലൻസിന് പോലും പാലത്തിലൂടെ കടന്നുപോകാൻ പ്രയാസപ്പെടുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ പ്രളയത്തിലാണ് പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്നത്. ഇതോടെ പാലത്തിലൂടെയുള്ള യാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു. തുടർന്ന് ഡ്രമ്മുകൾ കയർകെട്ടി താൽക്കാലിക സുരക്ഷയൊരുക്കി കാൽനടയാത്ര ആരംഭിച്ചു. തുടർന്നുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഒരു സമയം ഒരു ഭാഗത്തു നിന്നുള്ള വാഹന ഗതാഗതവും ആരംഭിച്ചു. എന്നാലും പാലത്തിന്റെ കൈവരി നിർമ്മാണം നീണ്ടുപോകുന്നതോടെ ടൗണിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്കിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇത് പട്ടാമ്പിയിലെത്തുന്ന വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലത്തിന്റെ കൈവരി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി സമര കോലാഹലങ്ങളും പട്ടാമ്പിയിൽ അരങ്ങേറി. തുടർന്നാണ് ഇക്കഴിഞ്ഞ 22-ാം തീയതി ടെൻഡർ നടപടി പൂർത്തിയാക്കി പാലക്കാട് സ്വദേശി പ്രവൃത്തികൾ ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കൈവരി പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. ശനിയാഴ്ച രാവിലെ 6 മണി വരെ പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചായിരുന്നു പ്രവൃത്തികൾ. തൃത്താല ഭാഗത്തു നിന്നും ഒരു വശത്തെ കുറച്ചു ദൂരമുള്ള കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒരു ദിവസം പൂർണ്ണമായി ഗതാഗതം നിരോധിച്ച് പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും പകുതി പോലും പൂർത്തിയാവാത്ത പ്രവൃത്തികൾക്ക് ഇനിയും എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. എന്തായാലും പട്ടാമ്പിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പുതിയ പാലം വരണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ഷൊർണൂരിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഷൊർണൂർ ടൗണിൽ നടന്ന പ്രതിഷേധ ജ്വാല CITU സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല വിധത്തിൽ നമ്മുടെ ദേശീയ ഉത്ഗ്രഥനത്തിനും ഐക്യത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന പല മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരുന്നു. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ യൂണിയൻ ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രം മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മലയാളികൾ ജീവിക്കുന്ന കേരളത്തിന് അഭിമാനത്തോടു കൂടി പറയാം, ഈ 74 കൊല്ലത്തെ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉത്ഗ്രഥനത്തിന് തടസ്സമുണ്ടാക്കുന്നതോ ദേശീയ ഐക്യത്തിന് വിഷമം സൃഷ്ടിക്കുന്നതോ ആയ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം ഇന്ത്യയിൽ ഈ 3/4 നൂറ്റാണ്ടിനിടയിൽ ഉയർന്നു വരാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എന്നും രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളം മുന്നോട്ട് വെച്ച 25,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിർമ്മാണം ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CITU പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VM സുശീല, KR വിജയൻ, ഡിവിഷൻ കമ്മിറ്റി ട്രഷറർ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V വേണുഗോപാലൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം P സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കരയിൽ CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ BJPയിൽ. BJP ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി മുള്ളൂർക്കര വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് മുള്ളൂർക്കര പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്കകത്തെ വിഭാഗീയതയെ തുടർന്ന് CPIയിൽ നിന്ന് രാജിവെച്ച നേതാക്കൾ അംഗത്വം സ്വീകരിച്ചത്. മുള്ളൂർക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നണിക്കകത്തെ വിഭാഗീയതയെ തുടർന്ന് രാജിവെച്ച CPI മുൻ ലോക്കൽ സെക്രട്ടറി വിജി ശള്ളന്നൂർ
മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗം പ്രഭാകരൻ, ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ തുടങ്ങിയവരാണ് BJPയിൽ അംഗത്വമെടുത്തത്. ഇവരെ കൂടാതെ AIDR മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് മണികണ്ഠനടക്കം 27ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പ്രസ്തുത യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അംഗത്വ വിതരണം നൽകി ഉദ്ഘാടനം ചെയ്തു. മൂന്നാം വട്ടം അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള റീഅറേഞ്ച്മെന്റുകൾക്ക് വിധേയമാകാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനത്തിലാണ്. BJP നമ്മുടെ രാജ്യത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ എല്ലാ മേഖലയിലും ജനാധിപത്യത്തെ ദീപവായു പോലെ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ്. BJPയിൽ ഏത് സാധാരണക്കാരനും ആ പാർട്ടിയുടെ ഏറ്റവും പരമമായിട്ടുള്ള പദവിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് IN രാജേഷ്, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരുമ്പിലാവ് കരിക്കാട് നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. പഴഞ്ഞി കോട്ടോൽ സ്വദേശി മുബാറക്ക് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ കരിക്കാട് KK റീജൻസിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ കാറിന്റെ ടയർ തെന്നിമാറി സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ പെരുമ്പിലാവ് റെഡ് ഓൺ ആംബുലൻസ് പ്രവർത്തകൻ ഹാഷിറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമെന്ന് ആരോപണം. നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS രക്ഷാധികാരി തേറമ്പിൽ ശ്രീധരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ഇടത് സർക്കാർ അട്ടിമറിച്ചെന്ന് തേറമ്പിൽ ശ്രീധരൻ ആരോപിച്ചു. തുച്ഛമായ വേതനം ലഭിക്കുന്ന പാചക തൊഴിലാളികൾക്ക് മാസവേതനം ഉൾപ്പെടെ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. നിലവിൽ പാചക തൊഴിലാളികളായവരെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്രം ഫണ്ട് നൽകാത്തത് ഉച്ചഭക്ഷണ വിതരണത്തെ ബാധിക്കുന്നുവെന്ന പ്രചരണം പുകമറ സൃഷ്ടിക്കലാണ്. സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം നിരവധി പേരെ തൊഴിൽ രഹിതരാക്കും. കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കുന്നത് തന്നെ കരാർവൽക്കരണത്തിൻ്റെ ഭാഗമായാണ്. ഉച്ചഭക്ഷണ വിതരണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ തൊഴിലാളി പ്രശ്നങ്ങളുടെ അവതരണത്തിന് അനുമതി നൽകിയില്ല. മാത്രമല്ല, നിരവധി പേരെ തൊഴിൽ രഹിതരാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനത്തിനാണ് വനിതാ കമ്മീഷൻ ഊന്നൽ നൽകുന്നത്. തൊഴിലാളി വിരുദ്ധ നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ശ്രീധരൻ തേറമ്പിൽ പറഞ്ഞു. കുടുംബശ്രീ ആശാവർക്കേഴ്സ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ അത് ശരിയാവുന്നിട്ട് കരാറുകാരെ ഉണ്ടാക്കി നിർത്തിയേക്ക് വേദിയുള്ള കാലത്ത് കൊല്ലം കുണ്ടറ മൂലം നിയോജകമന്ത്രി സ്ഥലമടക്കം വിടും. വടകരയില് മറ്റേ ജനതാമന്ത്രി കമ്മിഷന്റെ കാലത്ത് ശേഷം ഈ രണ്ട് സ്ഥലത്തും ശക്തമായ സമരം സംഘടിപ്പിച്ച് നമ്മുടെ ഈ യൂണിയൻ സംഘടിപ്പിച്ചതൊക്കെ ഒഴിവാക്കിച്ചു. പിന്നെ ഇപ്പോൾ പ്രധാന അധ്യാപകരെ കൊണ്ടാണ് ഇപ്പോൾ ധാരാളം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റില്ല അവർക്ക് ഈ കുറ്റങ്ങൾക്ക് ഉള്ള തുക കിട്ടാൻ ഇപ്പം വരും ഇവർക്ക് കിട്ടില്ല. ഇന്നാള് ഞാൻ വനിതാ കമ്മീഷൻ്റെ കാലത്ത് പാലക്കാട് നടന്നുകൊണ്ട് അവിടെ ഇത് വയ്ക്കുന്നത്. വനിതാ കമ്മീഷൻ അതിന് മുമ്പ് പറയാം, നിങ്ങൾക്കറിയില്ലേ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് പറയാം, നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടായിരുന്നു എത്ര ഇതായിട്ടുള്ള വനിതകളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴുള്ള വിദ്യ എന്താ വെച്ചാൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇതിനു മുമ്പേ പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ഘട്ടത്തില് വരെ 60 വയസ്സായവരെ പിരിച്ചുവിടാൻ വേണ്ടി ഈ വേനലവധിക്കാലത്തൊക്കെ എല്ലാ AO ഓഫീസിലും ലിസ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ആ അടുത്ത ജൂൺ 7 കൊല്ലം 8 കൊല്ലമായി ആ ലിസ്റ്റ് വെച്ച് എല്ലാവരും ഒഴിവാക്കി അവരുടെ ആൾക്കാരെ കയറ്റാൻ അത് ലിസ്റ്റ് ഉണ്ടാക്കി. അത് നമ്മൾ മനസ്സിലാക്കി കോടതി പോയി അഡ്വക്കേറ്റ് സമ്മാൻ തോമസ് മുഖേന കേസ് കൊടുത്തു, സ്റ്റേ വാങ്ങി. സംസ്ഥാന ജനറൽ സെക്രട്ടറി G ഷാനവാസ്, വിളയോടി വേണുഗോപാൽ,
ജില്ലാ പ്രസിഡന്റ് സി തങ്കമണി, സെക്രട്ടറി സുമിത സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൈതാനത്തും പാടത്തും പറമ്പിലുമൊക്കെ കുടുംബവുമൊത്ത് ഉറക്കമൊഴിച്ചിരുന്ന നാടകങ്ങൾ കണ്ടത് പലർക്കും ഇന്ന് മധുര സ്മരണകളാണ്. എന്നാൽ അങ്ങനെയൊരു നാടകകാലത്തെ തിരിച്ചുപിടിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു ഗ്രാമം. കേരളത്തിലെ പ്രമുഖ നാടക സമിതികളുടെ പ്രൊഫഷണൽ നാടകങ്ങളാണ് എടക്കളത്തൂരിലെ തട്ടിൽ കളിക്കുന്നത്. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ നോവലിനെ ആസ്പദമാക്കി തിരുവനന്തപുരം സാഹിതി ചിട്ടപ്പെടുത്തിയ നാടകം അരങ്ങ് തകർക്കുകയാണ്. അച്ഛനും മക്കളും കൊച്ചുമക്കളും എന്നുവേണ്ട വീൽചെയറിൽ വരെ ഒഴുകിയെത്തിയ കാണികൾ. ഉള്ളുലയ്ക്കുന്ന രംഗങ്ങളിൽ അവർ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു. ഒടുവിൽ ഒരു മഴ നനഞ്ഞു കുളിർന്ന പ്രതീതിയിൽ നാടകത്തിന് തിരശ്ശീല വീണപ്പോൾ പോയ കാലത്തെ തിരികെ പിടിച്ചതിൻ്റെ ആനന്ദമായിരുന്നു സദസ്സിൽ. ശ്രീമാൻ ഒറ്റക്കണ്ണം പോക്കർ, പോക്കറിന് വിളിക്കാവൻ. ഓ ശ്രീജു പോക്കർ, താങ്കളുടെ വൈകാരിക വിമിഷ്ടങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ ഇത്രയും ഹിംസാത്മകവും സ്ത്രീവിരുദ്ധവുമായ ഒരു പ്രസ്താവം ഈ ഭൂമികയുടെ ചരിത്രകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ പകർത്തിവെക്കും? സാങ്കേതികമായി ശ്രീ പോക്കർ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ധാർമ്മികമായി പിന്നെയും തടസ്സങ്ങളുണ്ട്. പുതിയ തലമുറയ്ക്ക് നാടകത്തിൻ്റെ ആവേശം പകർന്ന് എടക്കളത്തൂർ ഗ്രാമം പ്രൊഫഷണൽ നാടകത്തെ നെഞ്ചോട് ചേർക്കാൻ തുടങ്ങിയിട്ട് 37 വർഷങ്ങൾ പിന്നിട്ടു. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകമേളയാണ് നാട്ടുകാർക്ക് എല്ലാ വർഷവും നാടകം കാണാൻ സ്ഥിരം വേദിയൊരുക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് പിടിപ്പിക്കാവുന്ന 1000 പേരുള്ള ഒരു പ്രദേശമാണ് ഈ എടക്കളത്തൂർ. അതിനെല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ് നാടകോത്സവം. ഈ നാടകോത്സവത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നു. ഈ നാടകോത്സവം ആരംഭിക്കുന്നത് 21 വർഷം മുമ്പാണ്. 2000 രൂപ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ആരംഭിച്ചത്. 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവർക്ക് നാടകം കാണാനായിട്ടുള്ള പാസ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അവിടെ കുടുംബസമേതം എല്ലാ വർഷവും 10 നാടകം കാണാനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ആ 2000 രൂപയുടെ ബാങ്ക് ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മൾ നാടകോത്സവത്തിന് ഉപയോഗിക്കുക. മറ്റു തുകകളൊക്കെ തന്നെ അഭ്യകാംക്ഷകളിൽ നിന്നും അതുപോലെ തന്നെ പരസ്യ ദാതാക്കളിൽ നിന്നുമൊക്കെ ശേഖരിച്ചുകൊണ്ടാണ്. ജില്ലയിലെ പ്രൊഫഷണൽ നാടകങ്ങളുടെ ആദ്യ വേദിക്ക് തുടക്കമാകുന്നതും എടക്കളത്തൂർ നാടകോത്സവത്തിലൂടെയാണ്. ഇക്കുറി 8 നാടകങ്ങളാണ് 8 ദിവസമായി എടക്കളത്തൂരിലെ അരങ്ങിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂക്കാട്ടുകുന്ന് റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പേരൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കാട്ടുകുന്ന് റോഡിലെ നവീകരിച്ച അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ച് റോഡിലെ വെള്ളക്കെട്ട് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത്. പ്രവർത്തനത്തിന്റെ പേരിലും വ്യാപകമായ രീതിയിലുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. SLEC 1, അതിനുശേഷം SLEC 2 എന്ന പേരിൽ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി 5 കോടി രൂപയാണ് ഈ പഞ്ചായത്ത് ചെലവഴിച്ചത്. ആ 5 കോടി രൂപ എവിടെ പോയി എന്നത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ 5 കോടി രൂപ മണ്ണിൽ കുഴിച്ചിട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഈ CPM നേതാക്കന്മാരുടെ വയറ്റിൽ കുഴിച്ചിട്ടുകൊണ്ട് അതെല്ലാം അട്ടിമറിച്ച് പുതിയ ഒരു പദ്ധതിയായി 29 കോടി രൂപ
പാസ്സാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്തും അധികാരികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് UP രവി അധ്യക്ഷനായി. UT രാജു, PS നാസർ, K പ്രേംദാസ്, T ഷാജി, മുരളി അതിർക്കാട്, K സുരേഷ്, രവികൃഷ്ണൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 3,90,000 രൂപ ചിലവിൽ അഴുക്കുചാൽ നവീകരിച്ചെങ്കിലും വെള്ളക്കെട്ടിന് പരിഹാരമായില്ലെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നാണ് വെള്ളക്കെട്ടുണ്ടായതെന്നും മഴ പെയ്താൽ പ്രദേശം ചെളിക്കുളമാകുമെന്നും പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെ വിജിലൻസിന് പരാതി നൽകുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയ വടംവലി മത്സരത്തിലെ വിജയികളെ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു. ദേശീയ മേളയിൽ അമ്പലപ്പാറ കടമ്പൂർ സ്കൂളിൽ നിന്നും പങ്കെടുത്ത +2 വിദ്യാർത്ഥികളായ T ഷബിൻ, K അഭിഷേക് എന്നിവരെയാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നമ്മുടെ കടമ്പൂർ എന്ന സ്കൂളിന്റെ പേര് ഇന്ത്യയിലെ ആഗ്ര എന്ന ഏറ്റവും വടക്കേ അറ്റത്ത് എത്തിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം അഭിമാനം ഉള്ള നമ്മുടെ ഈ പ്രിയ താരങ്ങളെ പഞ്ചായത്തിന് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് T ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, കുടുംബശ്രീ ചെയർപേഴ്സൺ സുരഭി, വിവിധ വാർഡ് മെമ്പർമാർ, CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 19 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലാണ് ഷാബിൻ, അഭിഷേക് എന്നിവർ കേരളത്തിനു വേണ്ടി മത്സരിച്ചത്. ആഗ്രയിൽ നടന്ന ടഗ് ഓഫ് വാർ വടംവലി മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചായിരുന്നു കേരളത്തിൻ്റെ വിജയം. അമ്പലപ്പാറ തൊഴുത്തിങ്കൽ ഉമ്മറിൻ്റെയും ഷെറീനയുടെയും മകനാണ് ഷാബിൻ. ആലങ്ങാട് കാവിൽനട കൃഷ്ണൻ്റെയും ദീപയുടെയും മകനാണ് അഭിഷേക്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഏക്കർ കണക്കിന് നെൽവയലുകൾ തരിശായി കിടക്കുമ്പോൾ തന്റെ കൃഷിഭൂമി മാത്രം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് മുന്നിൽ തനിക്കെതിരെ ബോർഡ് സ്ഥാപിച്ച CPI നടപടി CPIയുടെ രാഷ്ട്രീയ പാപ്പരത്വം മൂലമാണെന്ന പരിഹാസവുമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭൂമി തരം മാറ്റുന്ന നയത്തോട് മണ്ണൂരിലെ CPI എതിരാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് VM അൻവർ സാദിഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തനിക്കെതിരെ ഒരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണ് തന്റെ വയലിനെക്കുറിച്ച് മാത്രമായി CPIയുടെ കർഷക തൊഴിലാളി സംഘടനയുടെ പേരിൽ മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ തന്റെ പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളതെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലം നഷ്ടം സംഭവിച്ച ഒട്ടനവധി കർഷകർ പഞ്ചായത്തിൽ കൃഷിഭൂമി തരിശിട്ടിട്ടുണ്ട്. മണ്ണൂരിലെ ന്യൂനപക്ഷ വിരുദ്ധരായ ചില CPI നേതാക്കളുടെ ന്യൂനപക്ഷ വിരുദ്ധതയാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിലെ CPIയിലെ ഒരു വിഭാഗം ആളുകൾ ഇടതുപക്ഷ സർക്കാരിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മണ്ണൂർ പഞ്ചായത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നേതൃത്വത്തെ അനുസരിക്കാതെ ചെയ്തതുകൊണ്ട്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും അവർ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ പഞ്ചായത്ത് മുന്നിൽ എനിക്കെതിരെ വെച്ച ബോർഡ് ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണ് ഭൂമി തരം മാറ്റുക എന്നുള്ളത്. ആ നയത്തിനെതിരാണ് അവർ വ്യക്തിപരമായി എൻ്റെ പേര് വെച്ച് എന്നെ അപഹാസ്യരാക്കാൻ, എന്നെയും എൻ്റെ പാർട്ടിയെയും അപഹാസ്യമാക്കാൻ. മണ്ണൂർ പഞ്ചായത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനസ്വാധീനവും വ്യക്തിപരമായ എൻ്റെ വളർച്ചയും അതിൽ അസൂയ കൊണ്ട് പൊതുവെ ന്യൂനപക്ഷ വിരുദ്ധരായ CPIയിലെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ധിക്കാരമാണ് ഈ രാഷ്ട്രീയ പാപ്പരത്വത്തോടു കൂടിയിട്ടുള്ള ഈ പഞ്ചായത്തിന് മുന്നിൽ വ്യക്തിപരമായി എൻ്റെ പേര് വെച്ചിട്ടുള്ള ബോർഡ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃക്കടീരി തിരുവളയനാട് ഭഗവതി ക്ഷേത്ര മണ്ഡപം നവീകരിച്ചു. നവീകരിച്ച ദേവീപ്രസാദം മണ്ഡപ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ, ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് സാധാരണ കാര്യമാണ്. ക്ഷേത്രങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഭാഗമാണ്. ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചു എത്ര കൊല്ലത്തെ പഴക്കമുണ്ടാവും ക്ഷേത്രത്തിന്.
നൂറുകണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. ആരാണ് പ്രതിഷ്ഠ നടത്തിയത്, എന്നു മുതലാണ് ക്ഷേത്രമായി മാറിയത് എന്നതിൻ്റെ കൃത്യമായ കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. വിശ്വാസമനുസരിച്ച് തലമുറയായി കൈമാറി വരുന്ന വിശ്വാസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. മണ്ഡപ സമർപ്പണത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, പാലുകാച്ചൽ എന്നിവയുണ്ടായി. അപർണ രാജീവിന്റെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് ആരംഭമായത്. ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് PG മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് മാത്തൂർ ശ്രീശങ്കര അദ്വൈതാശ്രമം മഠാധിപതി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ വിശിഷ്ടാതിഥിയായിരുന്നു. ട്രഷറർ CN ഗോപാലകൃഷ്ണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. പാലക്കാട് രാമപുരം ദേവസ്വം ക്ഷേത്രം മുൻ മാനേജർ KK രഘുനാഥ്, ക്ഷേത്രം രക്ഷാധികാരി PC ഭാസ്കരൻ, ഡോക്ടർ KE വത്സല, ചാത്തൻകണ്ടത്ത് ഡോക്ടർ C ഉഷ, ശാന്താദാസ്, KP ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കരാറുകാരൻ P വിജയകൃഷ്ണനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇളവൻമഠം മോഹൻദാസനുണ്ണി നന്ദി പറഞ്ഞു. പുതിയ മണ്ഡപത്തിൽ PC ഭാസ്കരന്റെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് പ്രസാദവൂട്ടുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ CPM BJP ബന്ധം ആരോപണമല്ല, യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പോലീസ് ഇത്രയേറെ തരം താണ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരന്വേഷണവും നടത്തില്ല. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ശ്രമം സജീവമാണെന്നും VD സതീശൻ. കേരള തമിഴ്നാട് അതിർത്തിയിലെ തെങ്ങിൻതോപ്പിൽ വൻ സ്പിരിറ്റ് ശേഖരം. 2700 ലിറ്റർ സ്പിരിറ്റ് പോലീസ് കണ്ടെടുത്തു. തോട്ടം സൂക്ഷിപ്പുകാരൻ അറസ്റ്റിൽ. തെങ്ങിൻതോട്ടം എരുത്തേമ്പതി സ്വദേശിയുടേതെന്ന് പോലീസ്. പട്ടാമ്പി MLA ഓഫീസിലേക്ക് BJP മാർച്ച്. പുതിയ പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും പഴയ പാലത്തിന്റെ കൈവരി പുനഃസ്ഥാപിക്കുന്നതിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആവശ്യം. പട്ടാമ്പി നഗരത്തിൽ പാർക്കിംഗിന്റെ പേരിലുള്ള പോലീസിന്റെ ഫൈൻ കൊള്ള അവസാനിപ്പിക്കണമെന്നും BJP നിയോജക മണ്ഡലം കമ്മിറ്റി. ലീവ് സറണ്ടറും വേതന പരിഷ്കാരവും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് DDE ഓഫീസിന് മുന്നിൽ റിസോഴ്സ് അധ്യാപകരുടെ ധർണ. സമരം KRTA നേതൃത്വത്തിൽ. കേരളത്തിന്റെ മുന്നേറ്റം തടയാനുള്ള കേന്ദ്ര ഗൂഢാലോചനയ്ക്കെതിരെ കരുതൽ വേണമെന്ന് KD പ്രസേനൻ MLA. പാഞ്ഞാൾ മണലാടി പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ കവർച്ച. മോഷണം നടന്നത് മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലും പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലും. അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. മങ്കര കല്ലൂരിൽ കാട്ടുപന്നിയെ പിടികൂടാൻ വൈദ്യുതി കെണിയൊരുക്കിയെന്ന പരാതിയിൽ അന്വേഷണവുമായി പോലീസ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധ ജ്വാലയുമായി CITU. ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ ജ്വാല തീർത്തത് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കേരളം മുന്നോട്ടുവച്ച സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രധാന ആവശ്യം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS. കമ്മ്യൂണിറ്റി കിച്ചൺ തന്നെ കരാർവൽക്കരണത്തിന്റെ ഭാഗമെന്നും ആരോപണം. ഉച്ചഭക്ഷണ വിതരണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അനുമതി നൽകിയില്ലെന്നും പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.